കാനായിലെ കല്യാണ വീട്ടിൽ പരിശുദ്ധ അമ്മ കടന്നു വരുമ്പോൾ ഒരിക്കലും കുടുംബാംഗങ്ങൾ വിചാരിച്ചു കാണില്ല വീഞ്ഞു തീർന്നു പോയൊരു സാഹചര്യത്തിൽ ഈ അയൽക്കാരിയായ, ഈ ബന്ധുവായ, ഈ സുഹൃത്തായ ഈ അമ്മ ഇടപെടുമെന്ന്. വീഞ്ഞുപോയ നിമിഷങ്ങളിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇല്ലാത്തതിനെക്കുറിച്ചും തീർന്നു പോയതിനെക്കുറിച്ചൊക്കെ ആംഗ്യ ഭാഷയിലും സംസാരത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നവരുടെ ജീവിതങ്ങളിലേക്ക് കൽഭരണികളെ നന്മകൾ കൊണ്ട് നിറച്ച അമ്മ പിന്നെ മകനോട് പറയുകയാണ് അവർക്ക് വീഞ്ഞില്ല. തുടർന്ന് ആ കൽഭരണികൾ വീഞ്ഞുകൊണ്ട് നിറയുകയാണ്. പരിശുദ്ധ അമ്മയുടെ നന്മകൾ കൊണ്ടാണ് ആദ്യം കാനായിലെ കൽഭരണി നിറയുന്നത്. ദൈവത്തിൻ്റെ ഇടപെടലുകൾക്ക് വേണ്ടി അമ്മ തൻ്റെ ജീവിതത്തിൻ്റെ നന്മ ഒഴുക്കുകയായിരുന്നു. നിന്റെ കണ്ണുനീരിലും പ്രത്യാശയുടെ മഴവില്ല് തീർക്കാൻ പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ അമ്മയുടെ ജപമാലയ്ക്കും കഴിയുമെന്ന് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ് ഈ ദിവസം. നിന്റെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിലാണോ തകർന്നു പോയെന്ന് നമ്മൾ ചിന്തിക്കുക. പ്രതീക്ഷകൾ അസ്തമിച്ചു പോയ നമ്മുടെ ജീവിതങ്ങളിലൊക്കെ അമ്മ കടന്നു വരുമ്പോൾ, അമ്മയുടെ ജപമാല കടന്നു വരുമ്പോൾ അവിടെ അത്ഭുതങ്ങളുടെ മഴവില്ല് അവിടെ നിറവായി നിൽക്കും. ഏതവസ്ഥകളിലൂടെ നീ കടന്നു പോകുന്നുവോ അമ്മയെ വിളിക്ക്. അമ്മയെയും അമ്മയുടെ മകനെയും വിളിക്കുന്ന ജപമാല കരങ്ങളിലെടുക്ക്. അവിടെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകും. പരിശുദ്ധ അമ്മയുടെ നന്മ നമ്മുടെ ജീവിതത്തിൻ്റെ കൽഭരണികളിൽ നിറഞ്ഞൊഴുകും. അനുഗ്രഹങ്ങളും അനുഭവങ്ങളും കൊണ്ട് പരിശുദ്ധ അമ്മ ഈശോയിലൂടെ നമ്മളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.